മനുഷ്യൻ എന്ന അർത്ഥത്തിൽ മനുഷ്യരോട് ഒരുപാട് ബാധ്യതകൾ ഉള്ള ഒരു സൃഷ്ടിയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജീവിയായ മനുഷ്യനോട് ഒരുപാട് ബാധ്യതകളുണ്ട്. മനുഷ്യേതര ജീവികളോടും കടപ്പാടുകളുണ്ട്. മനുഷ്യർക്കിടയിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളെ വേർതിരിച്ച് ആ ബാധ്യതകളെ പരിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിലായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് നമുക്കുള്ള ബാധ്യതകൾ നാം നിർവഹിക്കുന്നത്? മനുഷ്യരിൽ ഏറ്റവും നല്ലവർ, സജ്ജനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർ ബാധ്യതകൾ പൂർത്തീകരിക്കുന്ന ആളുകളെ പറ്റി പൊതുവെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. സ്വാലിഹീങ്ങളിൽ ഒരാൾ ഉൾപ്പെടണമെങ്കിൽ രണ്ട് തരം ബാധ്യതകൾ അയാൾ നിർവഹിക്കണം. ഒന്ന്, അള്ളാഹുവിനോടുള്ള കടപ്പാട്. അത് എന്റെ വക ഒരു പുതിയ നിർവചനം മുസ്ലിയാർ പരിപാടി പഠിപ്പിച്ചുണ്ടാക്കി എന്ന് പറയണ്ട. ബഹുമാനപ്പെട്ട അല്ലാമ ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹു ആരാണ് സ്വാലിഹ് എന്ന് വിശദീകരിച്ചപ്പോൾ നല്ല മനുഷ്യൻ ആണ് പെണ്ണ്, സ്വാലിഹായ മുസ്ലിം, സ്വാലിഹത്തായ മുസ്ലിമത്തായ പെണ്ണ് ആണ് ഇവരാരാണ് വിശദീകരിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ബാധ്യത വീട്ടണം. ആദ്യമായി അള്ളാഹുവിനോടുള്ള കടപ്പാടുകളിൽ വീഴ്ച വരുത്തിയാൽ സ്വാലിഹാകാൻ കഴിയില്ല. അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ നിർബന്ധമായ ബാധ്യതകൾ ഒട്ടേറെയുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് നിസ്കാരം. എല്ലാവർക്കും അറിയാം. അതേതെങ്കിലും പെരടിയിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടണം. അതിനാണ് അല്ലാഹു തആല ആയുസ് നീട്ടി തരുന്നത്. അല്ല നമ്മളെ കൊണ്ട് ഭൂമിയിൽ കാര്യമൊന്നുമില്ല. എനിക്ക് സമയം കിട്ടിയില്ല ഒരു പറച്ചിൽ പറയരുത്. ഇവിടെ പറയില്ല അങ്ങനെ. പലതിനും നമ്മളോട് ചോദിക്കുമ്പോ നമ്മുടെ ഒരു ഉത്തരമാണ് എനിക്ക് നേരം കിട്ടിയില്ല, സമയം കിട്ടിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ഉണർന്നവർ ഉണർന്ന അത്രയും പ്രായം നാം തന്നില്ലയോ? ചിന്തിക്കുന്നവർ ചിന്തിച്ച് മനസ്സിലാക്കി ഉണർന്ന അത്രയും വയസ്സ് നിനക്ക് നാം തന്നില്ലയോ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. പ്രായത്തെ സംബന്ധിച്ച് ഒന്ന് ആലോചിക്കൂ. ആരോഗ്യം അല്ലാഹു എത്ര നമുക്ക് നൽകി, ഒന്നും നമ്മോട് ചോദിക്കാതെ. അല്ലാഹു തആല വയസ്സ് എത്ര നൽകി, എത്ര സമയങ്ങൾ വെച്ചു തന്നു, ഒഴിവും കഴിവും എത്ര തന്നു. നമ്മേക്കാൾ സമയം ചുരുങ്ങിയ ആളുകളെ മുന്നോട്ട് വന്ന് നിർത്തിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ഇത്രയും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ തന്നിട്ട് നിനക്ക് സൗകര്യം കിട്ടിയില്ല എന്നാണോ പറയുന്നത്? സമ്പത്തിന്റെ പേരിലാണോ നീ തിരക്ക് പറയുന്നത് എങ്കിൽ ഇഷ്ടം പോലെ സമ്പത്ത് അല്ലാഹു നൽകിയ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്മുടെ മുന്നിൽ അല്ലാഹു തആല പ്രദർശിപ്പിക്കും ആഖിറത്തിൽ. കണ്ടോ, സുലൈമാൻ നബി അലൈഹിസ്സലാം, അവർക്ക് നാം എത്ര സമ്പത്താണ് കൊടുത്തത് എന്ന് നിനക്കറിയുമോ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നാം കൊടുത്ത സമ്പത്തിന്റെ ഒരു ചെറിയ അംശം പോലും നിനക്ക് നാം തന്നിട്ടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഇഷ്ടം പോലെ സമ്പത്ത് നാം നൽകിയിട്ടും സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരൊറ്റ വഖത്ത് പോലും എനിക്കുള്ള നന്ദി മറന്നിട്ടില്ല. ഇത്രയും സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ നാം നൽകിയിട്ടുണ്ട്.
നിനക്ക് ഭൂമിയുടെ അടിയിലൂടെ പോകുന്ന 4 ചക്രമോ 2 ചക്രമോ ഉള്ള വാഹനമല്ലേ തന്നത്? ഇക്കാണുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നാം കാറ്റല്ലേ വാഹനമായി കൊടുത്തത്? രാവിലെ ഒന്നതിൽ കയറിയിരുന്ന് വൈകുന്നേരം വരെ സഞ്ചരിക്കുകയാണെങ്കിൽ 1 മാസത്തെ വൈദൂരം വിശാലമായ സഞ്ചാരം നടത്തും. വൈകുന്നേരം ഒന്ന് കയറിയിരുന്ന് രാവിലെ വരെ യാത്ര നടത്തുകയാണെങ്കിൽ അപ്പോഴും 1 മാസത്തെ വൈദൂരം സഞ്ചരിക്കാൻ കഴിയും. അത്ര നല്ല വേഗതയുള്ള വാഹനം കൊടുത്തിട്ടും ഒരിക്കൽ പോലും സുലൈമാൻ നബി അലൈഹിസ്സലാം എനിക്കുള്ള നന്ദി മറന്നിട്ടില്ല. നീ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഇഷ്ടം പോലെ സമ്പത്തും അധികാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തപ്പെടും. ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അശ്കുറു അം അക്ഫുർ. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന ഔദാര്യത്തിൽ നിന്ന് ചിലതാണിത്. അല്ലാഹു എനിക്ക് തന്ന ഔദാര്യമാണ്. എനിക്കിതിൽ യാതൊരു പങ്കും ഇല്ല. ഈ അധികാരം ഞാൻ നേടിയെടുത്തതിൽ എനിക്കൊരു കഴിവുമില്ല. അല്ലാഹു നൽകിയതാണ്. ഈ സമ്പത്തൊക്കെ അല്ലാഹു എനിക്ക് തന്ന ഔദാര്യമാണ്. എന്തിനാണ് അല്ലാഹു നൽകിയത്? ലിയബ്ലുവനി അശ്കുറു അം അക്ഫുർ. അല്ലാഹു തആല ചോദിക്കുന്നു, ഇത്രയും സമ്പത്തുണ്ടായിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം കിട്ടിയ ബാധ്യതകളൊക്കെ നീ നോക്ക്. എന്നിട്ട് നിർബന്ധ ദാനമായ സക്കാത്ത് പോലും കൊടുക്കാൻ നിനക്ക് നേരം കിട്ടിയിട്ടില്ല. നിർബന്ധ ദാനമായ സക്കാത്ത് അതന്നെ എത്ര ചുരുക്കം. ഒരു 2.5% സക്കാത്ത് കൊടുക്കാൻ പോലും നിനക്ക് നേരം കിട്ടിയിട്ടില്ല എന്നാണോ പറയുന്നത്? നിന്റെ പെരടിയിൽ നിർബന്ധമായ ഒരു ഹജ്ജ് നിർവഹിക്കാൻ നേരം കിട്ടിയിട്ടില്ല എന്നാണോ പറയുന്നത്? പ്രായാധിക്യത്തിൽ നിന്റെ നോമ്പിന് പകരമായി കൊടുക്കേണ്ട മുദ്ദ് അത് കൊടുക്കാൻ നിനക്ക് നേരം കിട്ടിയില്ല എന്നാണോ പറയുന്നത്? നിർബന്ധമായി ചെലവഴിക്കേണ്ട മേഖലകളിലുള്ള കടപ്പാടുകളൊക്കെ വീട്ടേണ്ടതുണ്ട്, എല്ലാം നിർവഹിക്കേണ്ടതുണ്ട്. ഇനി ഒരു മനുഷ്യൻ പറയുന്നത്, അല്ലാഹുവേ എന്നെ നീ പരീക്ഷിച്ചു, ആ പരീക്ഷണത്തിൽ ഞാൻ അങ്ങനെ എന്റെ ദുനിയാവിലെ സമയം ചെലവഴിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണോ? അല്ലാഹു മുന്നിൽ കൊണ്ടുവരും നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുന്നിൽ കൊണ്ടുവരും. എന്നിട്ട് പറയും, ചോദിക്കൂ അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട്, പരീക്ഷണത്തിൽ എത്രയോ അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമയോടെ തരണം ചെയ്തില്ലേ? ഏതെങ്കിലും ഒരു സമയത്ത് എനിക്കുള്ള ശുക്ർ മുടങ്ങിയിട്ടുണ്ടോ? അയ്യൂബ് നബി അലൈഹിസ്സലാം സഹിച്ച പരീക്ഷണത്തിന്റെ ചെറിയൊരു ഭാഗം നീ സഹിച്ചിട്ടുണ്ടോ? നിനക്ക് പരീക്ഷണം വന്നിട്ട് നിന്റെ കുടുംബം കൈയൊഴിച്ചു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിന്റെ സമ്പത്ത് മുഴുവനും തീർന്നു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അയൽക്കാര് നിന്റെ കൈയൊഴിച്ച് നാട്ടുകാര് ഒഴിവാക്കി പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അയ്യൂബ് നബി അലൈഹിസ്സലാം അനുഭവിച്ച പരീക്ഷണവും ആ പരീക്ഷണത്തിന്റെ ക്ഷമയും ചോദിക്ക്. എന്നിട്ട് എപ്പോഴെങ്കിലും എനിക്കുള്ള നന്ദി മറന്നിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് നിർത്തി തരുന്നു, മനുഷ്യ നീ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, നീ പറയുന്നതൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. അതല്ല, രാജാധികാരവും ഭരണവും ഒക്കെ കിട്ടിയിട്ടാണ് ദുനിയാവിൽ ജീവിക്കാൻ നിന്റെ സൗന്ദര്യവും സൗകര്യവും കൊണ്ടാണ് നിനക്ക് കഴിയാതിരുന്നത് എന്ന് പറയുമ്പോ മുന്നോട്ട് കൊണ്ടുവരുന്നു നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം ശരീരത്തിൽ എത്രമാത്രം വലിയ സൗന്ദര്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. അതേ യൂസുഫ് നബി അലൈഹിസ്സലാമിന് തന്നെ അല്ലാഹു തആല രാജകസേര നൽകിയിട്ടുണ്ട്, ഭരണം നൽകിയിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലാഹുവിന്റെ ശുക്ർ മറന്നിരുന്നോ? അതുകൊണ്ട് അല്ലാഹുവിനുള്ള ബാധ്യത അത് നിർവഹിക്കുന്നതിൽ ഇനിയും സമയം പിറകോട്ട് വെക്കരുത്. എന്റെ മാന്യ മുസ്ലിം സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, പെരടിയിൽ നിർബന്ധ ബാധ്യതകൾ അല്ലാഹുവിനോട് വല്ലതും കിടപ്പുണ്ടെങ്കിൽ എളുപ്പത്തിൽ അത് വീട്ടിയേക്കണം. മരിക്കുന്ന സമയത്ത് ഒന്നും ബാക്കി വരാതെ വീട്ടിയേക്കണം. അതാണ് ഏറ്റവും നല്ല ബുദ്ധി. മരിക്കുന്ന സമയത്ത് അല്ലാഹുവിനുള്ള കടപ്പാടുകളൊന്നും ബാക്കി വരാതെ വീട്ടിയേക്കണം. ബാക്കി വന്നാൽ ഒരു പക്ഷേ അത് പൂർണ്ണമായി അനന്തരക്കാര് വീട്ടും എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല.
നോമ്പുണ്ട്. നോമ്പ് 10 വർഷത്തെ നോമ്പാണ്. കൂട്ടി നോക്കുമ്പോൾ നോമ്പൊക്കെ നോക്കാൻ എല്ലാവരും ഒരുക്കമല്ല, അത്രയും അധികം നോമ്പുണ്ട്. നോമ്പ് നോറ്റ് വീട്ടിയാലും പലപ്പോഴും അത് തീരില്ല, മുത്ത് കൊടുക്കേണ്ടി വരും. അതിന്റെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ അതും അധികമാണ്. ഇത്രയൊക്കെ കൂടി കൊടുക്കാനാവില്ല. ഏതായാലും നമ്മൾ 3-നും 7-നും 15-നും 40-നൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് പരിഹാരമായേക്കുമെന്ന് ചിന്തിക്കും. അതുകൊണ്ട് പരിഹാരമാകില്ല. മുദ്ദ് മുദ്ദായിട്ട് തന്നെ വേറെ തന്നെ കൊടുക്കണം. അത് കൊടുക്കേണ്ട വ്യക്തികൾ മിസ്കീന്മാരും ഫക്കീറുമാരുമാണ്. 7-നും 40-നും 3-നും വന്ന് ഭക്ഷണം കഴിക്കുന്നത് മൊത്തം മിസ്കീനല്ല, മൊത്തം ഫക്കീറുമല്ല, മൊത്തം അതേ രൂപത്തിലുള്ള ആളുകളുമല്ല. ഇനി അങ്ങനെയാണെന്ന് വെക്കാനും വഴിയില്ല. കാരണം വേവിച്ചിട്ടല്ലോ മുദ്ദ് കൊടുക്കേണ്ടത്. മുദ്ദ് നാട്ടിലെ സാധാരണ ധാന്യം ഭക്ഷിക്കുന്ന ധാന്യമായിട്ടാണ് കൊടുക്കേണ്ടത്. വേവിച്ചിട്ടുള്ള ഭക്ഷണമല്ല മുദ്ദായി കൊടുക്കേണ്ടത്. നാട്ടിലെ സാധാരണമായി നമ്മൾ ഭക്ഷിക്കുന്ന അരിഭക്ഷണം, അതിന്റെ അളവ് നോക്കിയിട്ടാണ് അത് കൊടുക്കേണ്ടത്. ഇതൊക്കെ കൂടി കൊടുക്കാൻ കഴിയില്ല എന്നാണോ തീരുമാനം? നമ്മുടെ ബാധ്യത ഒരു ഭാഗത്ത് കൊണ്ടും ബാക്കി വെക്കുകയാണ്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ഹജ്ജിന്റെ സമയം നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. ബാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി. ബാപ്പയുടെ സ്വത്ത് വിഹിതിക്കുന്നതിന്റെ മുമ്പ് ചിന്തിക്കേണ്ടത്, മരിച്ചുപോയ ബാപ്പക്ക് ഹജ്ജുണ്ടോ, മരിച്ചുപോയ ഉമ്മക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടോ? ബാപ്പയുടെ പെരടിയിൽ മക്കളിലേക്ക് ബാപ്പ അനന്തര സ്വത്തായി വെച്ചിരിക്കുന്നത് ഒരു 10-25 സെന്റ് സ്ഥലമാണ്. അത്രക്ക് വരൂലേ? ശരിയോ? ഒരു ഹൃദയത്തെ ഭാഗത്താവുമ്പോ 5 ഒക്കെ ഓക്കെ. അപ്പൊ ഒരു 10-25 സെന്റ് സ്ഥലമുണ്ട്. ഒരു 3 മക്കളുണ്ട്, 3 ഓഹരിക്കാരുണ്ട്. 3 മക്കളാണുള്ളതാകെ. ബാപ്പ മരിച്ചുപോയി, ഉമ്മ നേരത്തെ മരിച്ചിട്ടുണ്ട്. ഉമ്മാക്കാരിയുടെ സ്വത്തൊന്നുമില്ല, അതൊക്കെ ഈ ആകെ 25 സെന്റേ ഉള്ളൂ ബാപ്പാന്റെ. ബാപ്പ മരിച്ചുപോയി. ഇവരതിന്റെ അടുത്തുള്ള ബാധ്യത കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, മക്കളൊക്കെ ആയിട്ടുണ്ട്. ഈ 25 സെന്റ് ഓഹരി വെക്കാൻ എത്ര തിടുക്കായിരിക്കും, എത്ര ഒരുക്കായിരിക്കും? അതിന് മുൻപ് ആലോചിക്കണം. ഈ മരണപ്പെട്ടു പോയ ബാപ്പക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടോ? ഉണ്ട്. ഇത്ര അധികം സെന്റ് ഒന്നും വേണ്ട. ഒരു 2 സെന്റ് അല്ലെങ്കിൽ 3 സെന്റ്, 2.5 സെന്റ് പോരെ, മതി. അത് വിറ്റിട്ട് ആ കാശെടുത്തിട്ട് ഒന്നെങ്കിൽ കൂട്ടത്തിൽ മക്കളിൽ ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചെലവഴിച്ചിട്ട് അവര് പോവാ. ഒരു നേരത്തെ അവർ നിർബന്ധ ഹജ്ജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിർബന്ധ ഹജ്ജ് കഴിഞ്ഞ ഒരാളെ ഹജ്ജിന് വേണ്ടി പറഞ്ഞേക്കും. വിഹിതം വെക്കുന്നതിന്റെ മുമ്പ് ഈ സംഗതി നടന്നിട്ടില്ലെങ്കിൽ പിന്നോട്ട് നടക്കൂല. പിന്നെ നടക്കൂല. നടക്കാൻ പരമാണ്, വളരെ പരമാണ്. അല്ലാഹുവിനുള്ള ഹഖാണ് ഞാൻ ഈ പറഞ്ഞത്.